ഫ്രണ്ട്സ്, നമുക്കിന്ന് ഈസി ആയിട്ട് പാലക്കാടൻ സ്റ്റൈലിൽ ഒരു കൊള്ളുപ്പേരി എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം. പെട്ടെന്ന് നമുക്ക് ഇത് തയ്യാറാക്കാനായിട്ട് പറ്റും. ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കറിവേപ്പില, അതുപോലെ ചെറിയ ഉള്ളി, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സവാള എടുക്കാനായിട്ട് പറ്റും. കൊള്ള്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇതൊക്കെയാണ് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത്. ഫസ്റ്റ് കൊള്ള് വറുത്തെടുക്കുകയാണ് ചെയ്യേണ്ടത്, എണ്ണയൊന്നും ഒഴിക്കാതെ. ഏകദേശം ഒരു ബ്ലാക്ക് കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. ഇനി കൊള്ള് നന്നായി കഴുകണം. ഒരു 4-5 പ്രാവശ്യമെങ്കിലും നന്നായി കഴുകിയെടുക്കുക. ഇതുപോലത്തെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഉപ്പേരികൾ ഇനി നമുക്ക് വരുന്ന വീഡിയോകളിൽ ഇടാം. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നന്നായി കഴുകിയെടുത്തതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊള്ളു വേവിക്കാൻ വേണ്ടി വയ്ക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. കൊള്ളു വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. പൊടികളുടെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഉപ്പേരി കുറച്ച് വെള്ളം ഉണ്ടാവണം, ഒരു ഗ്രേവി ടൈപ്പ് ആവണം. ഇനി കടുക് വറുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചെറിയുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് സവാള ആയാലും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ചെറിയുള്ളി ഏകദേശം കളർ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കൊള്ള് ഇത് കൊട്ടുക. നന്നായി ഇളക്കിയതിന് ശേഷം മാറ്റി വയ്ക്കുക. പാലക്കാട് സ്റ്റൈലിലുള്ള കൊള്ളുപ്പേരി റെഡിയായിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഇതുപോലത്തുള്ള ഉപ്പേരികളൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്. വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.